ഓണാഘോഷങ്ങളും അടിപൊളിയാവുന്നത് നിങ്ങളോടൊപ്പമാണ്. ഈ ഓണം അടിപൊളിയാക്കാൻ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നമ്മളിപ്പോൾ പുറത്തോട്ട് വരും, കുറച്ച് ആൾക്കാരുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ചോദിക്കുക. കറക്റ്റ് ഉത്തരം പറയുന്ന ആൾക്കാർക്ക് നമ്മളോരോ ഓണ സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതെ, ഞങ്ങൾ മണപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഓണത്തിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും. ചേട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടനൊരു സമ്മാനം ഉണ്ട്. ഓക്കെ. എൻ്റെ ചോദ്യം ഇതാണ്: മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അറിയില്ല. നമുക്ക് അടുത്ത ആളെടുത്ത് ചോദിച്ചു നോക്കാം. ചേട്ടാ, ഞങ്ങളെ മണപ്പുറത്തു നിന്നാണ് വരുന്നത്. അപ്പം ഞാനിപ്പോൾ ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കും. ചേട്ടൻ കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ചേട്ടനൊരു സമ്മാനമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? അറിയില്ല. മണപ്പുറത്തു നിന്നാണ്. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ചേട്ടൻ കറക്റ്റായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടനൊരു സമ്മാനമുണ്ട്. ഓക്കെ. അപ്പം ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നൃത്തരൂപം ഏതാണ്? ഓണായിട്ടുള്ളത് തിരുവാതിരക്കളിയാണ് എൻ്റെ അറിവ്. അതന്നെയാണ് കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ചേട്ടനൊരു സമ്മാനം ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് വിന്നറാണ് ചേട്ടൻ. വേറെ എന്തെങ്കിലും? എൻ്റെ പേര് മുഹമ്മദ് ഖാസിം, ബാടാനപ്പള്ളി. അപ്പൊ മുഹമ്മദ് ഖാസിം ചേട്ടനാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ. ചേട്ടനൊരു സമ്മാനം ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷമുണ്ട് ചേട്ടാ. ഹാപ്പി ഓണം. ഓക്കെ, ശരി. ഹാപ്പി ഓണം. അപ്പോഴേ ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. ശരിയായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ചേട്ടന് സമ്മാനമുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്: മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലിയുടെ യഥാർത്ഥ പേര് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾ അവിടെ കൺഫേം ആക്കാൻ പറ്റില്ല. ഒരു ഗസ് ചെയ്തോളൂ. അറിയില്ല. മഹാബലിയുടെ യഥാർത്ഥ പേര് ഇന്ദ്രസേനൻ. കറക്റ്റാണ്, ഇന്ദ്രസേനനാണ് കറക്റ്റ് ഉത്തരം കേട്ടോ. അപ്പം ചേട്ടൻ്റെ പേരെന്താ? ബിജു. ഓക്കെ, ബിജു ചേട്ടനാണ് നമ്മുടെ രണ്ടാമത്തെ വിന്നർ. അപ്പൊ ബിജു ചേട്ടന് നമ്മളൊരു ഓണ സമ്മാനം കൊടുക്കാൻ പോവാണ് കേട്ടോ. ചേട്ടാ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചേച്ചിയുടെ പേരെന്താ? വിജി. ഓക്കെ, വിജി ചേച്ചിയുടെ വീട് എവിടെയാ? മലപ്പാട് തന്നെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ബാക്കിലായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ മണപ്പുറത്തു നിന്നാണ്. ഞാൻ അപ്പോൾ ചേച്ചിയുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. കറക്റ്റ് ഉത്തരം പറഞ്ഞാൽ ചേച്ചിക്ക് ഒരു ഓണ സമ്മാനം തരും. എൻ്റെ ചോദ്യം ഇതാണ്: ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നൃത്തരൂപം ഏതാണ്? ഇത് തിരുവാതിരക്കളി ഉണ്ട്. കറക്റ്റ് ഉത്തരമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. താങ്ക് യു. ഹാപ്പി ഓണം. ചേട്ടാ, ഹലോ. ചേട്ടൻ്റെ പേരെന്താ? ആദിത്യ. ഓക്കെ, ചേട്ടൻ്റെ വീട് എവിടെയാ? അമ്പലത്തിന്റെ സൈഡിൽ അല്ലേ? ചേട്ടൻ വർക്ക് ചെയ്യാണോ? കോവിഡ് ആയ കാരണം അല്ലേ? ഓക്കെ. ഓണാഘോഷമൊക്കെ എവിടെ വരെയായി? നന്നായി പോകുന്നു. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അനിയൻ. ഓക്കെ, അപ്പം ഞങ്ങൾ മണപ്പുറത്തു നിന്നാണ്. അപ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ചേട്ടൻ്റെ അടുത്തൊരു ചോദ്യം ചോദിക്കാം. ചേട്ടൻ കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ചേട്ടനൊരു ഓണ സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നമ്മൾ ഓണാഘോഷം തുടങ്ങുന്നത് ഏത് നാളിലാണ്? അത്തം തുടങ്ങി 10 ദിവസം. ഉത്തരം കറക്റ്റ് ആണ്. അപ്പോൾ ചേട്ടനൊരു സമ്മാനം അടിച്ചിട്ടുണ്ട്. ചേട്ടാ, ഹാപ്പി ഓണം. ഹലോ. മേഡത്തിൻ്റെ പേരെന്താ? ഞാൻ ഡോക്ടർ ഷിറിൻ, മാ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാ കേരളത്തെ ഡോക്ടറാണ് കേട്ടോ. ഓക്കെ, നമ്മൾ മണപ്പുറത്തു നിന്നാണ് വരുന്നത്. ഓണം റിലേറ്റഡ് ആയിട്ടൊരു ക്വിസ് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഓണത്തിന് നമ്മളുടെ പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? ഓണത്തിന് തിരുവാതിരക്കളി കറക്റ്റ് ആൻസർ ആണ്. മാഡം കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി ഓണം ജോബ്. പേരെന്താ? ദിയ ഫാത്തിമ. ഓക്കെ, അപ്പോൾ ദിയയുടെ അടുത്തേ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ചോദിക്കും. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നൃത്തരൂപം ഏതാണ്? തിരുവാതിര അല്ലേ? കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ദിയയ്ക്ക് സമ്മാനമുണ്ട്. എവിടെ പഠിക്കുന്നത്? മലപ്പാട് സ്കൂളിൽ തന്നെ. എത്രയല്ലേ പഠിക്കുന്നത്? ഇപ്പോൾ 10. എങ്ങനെയുണ്ട് ഓൺലൈൻ ക്ലാസ് ഒക്കെ? അടിപൊളിയാണോ? ഒന്നുമില്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ചേച്ചിയുടെ പേരെന്താ? മഞ്ജുഷ. ഓക്കെ ചേച്ചി, ഞങ്ങളെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കും ഇപ്പോൾ. അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരു സമ്മാനമുണ്ട്. ഓണം ആഘോഷം ആരംഭിക്കുന്നത് എന്നോട്ടാണ്? അത്തം തുടങ്ങിയിട്ട്. ചേച്ചി പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. താങ്ക് യു. ഹലോ, ചേച്ചിയുടെ പേരെന്താ? സീമ. ചേച്ചിയുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി. ഓക്കെ, അപ്പോൾ ഞങ്ങളെ ഓണം റിലേറ്റഡ് ആയിട്ട് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. കറക്റ്റ്
കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട്. ഓക്കെ, ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? തിരുവാതിര. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ചേച്ചിയുടെ വീട് എവിടെയാ? കോതോളം ബീച്ച്. ചേച്ചിക്ക് സമ്മാനം തരാൻ പോവാണ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ, പേരെന്താ ചേച്ചിയുടെ? ഹണി പ്രവീൺ. അപ്പോൾ ഞങ്ങൾ ഓണം റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കും. ചേച്ചി കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരു സമ്മാനമുണ്ട്. ഓക്കെ, നമ്മളുടെ ഓണാഘോഷം ആരംഭിക്കുന്നത് ഏത് നാളിലാണ്? അത്തം നാളിലാണ്. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് സമ്മാനമുണ്ട്. എല്ലാവരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, 2 മക്കളുണ്ട്. താങ്ക് യു. ഹലോ, ചേട്ടൻ്റെ പേരെന്താ? വിനോദ്. ചന്ദ്രബാബു. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. കറക്റ്റ് ആൻസർ പറയുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ഓണാഘോഷം ആരംഭിക്കുന്നത് ഏത് നാൾ തൊട്ടാണ്? അത്തം തൊട്ട്. ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. സുരേഷ് ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് വിനോദം. സോറി, വിനോദേട്ടൻ്റെ വീട് എവിടെയാ? പടിഞ്ഞാറ കോതകുളം ബീച്ച്. ചേട്ടൻ്റെ വീടോ? എൻ്റെ വീട് കഴിമ്പുറം. ഓക്കെ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ, ചേട്ടൻ്റെ പേരെന്താ? സോണി. സോണി. ഓക്കെ, അപ്പോൾ ചേട്ടാ ഞാൻ ഓണം റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ചേട്ടൻ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ചേട്ടന് സമ്മാനമുണ്ട്. ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? തിരുവാതിര. ശരി ഉത്തരാണ് കേട്ടോ. ഓണായിട്ട് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ലാണ്ട് പോണ്. ചേട്ടാ ഹാപ്പി ഓണം. അഡ്വാൻസ് ഹാപ്പി ഓണം. ശരി, താങ്ക് യു ചേട്ടാ. സാറിൻ്റെ പേര്? നിതിൻ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓണപ്പാട്ടുകാർ എന്ന കവിതയല്ലേ, അത് എഴുതിയത് ആരാണ്? വയലോപ്പള്ളി. ശരി ഉത്തരമാണ് കേട്ടോ. ഗിഫ്റ്റ് ഉണ്ട്. നമ്മുടെ മണപ്പുറത്ത് ഫസ്റ്റ് ആൻസർ ചെയ്തിരിക്കുന്നത് സാറാണ്. ഫസ്റ്റ് ഗിഫ്റ്റാണ്. ഹാപ്പി ഓണം. സെയിം ടു യു. നമസ്കാരം. സാറിൻ്റെ പേരെന്താ? അനുരാജ്. ഓക്കെ, അപ്പം ഓണം റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? തിരുവാതിരക്കളി. കറക്റ്റ് ആൻസർ ആണ് സാർ പറഞ്ഞിരിക്കുന്നത്. ഒരു ഓണ സമ്മാനമുണ്ട്. ഓക്കെ, ഹാപ്പി ഓണം. ഹലോ. ഹലോ. ഹാപ്പി ഓണം. താങ്ക് യു. സാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാ? ഞാൻ ആശീർവാദ. അപ്പോൾ സാറിനോട് ഞാൻ ഓണം റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. സാർ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സാറിനൊരു സമ്മാനമുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഓണം എത്ര ദിവസത്തെ ആഘോഷമാണ്? 10 ദിവസത്തെ ആഘോഷം. കറക്റ്റ് ആൻസർ ആണ് സാർ പറഞ്ഞത്. വെരി ഗുഡ്. നമ്മുടെ മണപ്പുറത്തിൻ്റെ വക ഒരു ഓണ സമ്മാനമാണ് കേട്ടോ. സാർ കറക്റ്റ് ആൻസർ പറഞ്ഞത്. താങ്ക് യു. അപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സമ്മാനമുണ്ട് കേട്ടോ. എൻ്റെ ചോദ്യം ഇതാണ്, ഓണം റിലേറ്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? തിരുവാതിര. കറക്റ്റ് ആണ് കേട്ടോ. മാഡത്തിൻ്റെ പേരെന്താ? സിജി. സിജി. അപ്പോൾ സിജി മാഡം ആണ് നമ്മളുടെ അടുത്ത വിന്നർ. മാഡത്തിന് ഒരു ഗിഫ്റ്റ് ഉണ്ട് മണപ്പുറത്തിൻ്റെ വക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പേരെന്താ? അനൂപ്. മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലിയുടെയോ? വാമനപുരം. വാമനപുരം. മഹാബലിയുടെ മഹാബലി. തെറ്റാണ് ഉത്തരം. ഹലോ. മാഡത്തിൻ്റെ പേരെന്താ? സിനി. ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. കറക്റ്റ് ആൻസർ ആണെങ്കിൽ സമ്മാനമുണ്ട് കേട്ടോ. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നൃത്തരൂപം ഏതാണ്? തിരുവാതിരക്കളി. ശരി ഉത്തരമാണ് കേട്ടോ. മാഡത്തിന് സമ്മാനമുണ്ട്. ഹാപ്പി ഓണം. പേരെന്താ? സ്വാതി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓണപ്പാട്ടുകാർ എന്ന കവിത ആരാണ് എഴുതിയത്? ഹലോ. ഹായ്. സാറിൻ്റെ പേരെന്താ? പ്രവീൺ. സാർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? OGL. സോ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, മഹാബലിയുടെ മകൻ്റെ പേരെന്താണ്? ബാണാസുരൻ. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സാറിന് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി ഓണം. നമ്മളുടെ സ്റ്റാഫിൻ്റെ അടുത്ത് എന്തെങ്കിലും ഓണം മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഓണം അടിച്ചു വിളിക്കുക. കോവിഡ് ആണെങ്കിലും പ്രോട്ടോകോളിനുള്ളിൽ നിന്ന് ഓണം അടിച്ചു വിളിക്കുക. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് സിനോജ്. ചോദ്യം ഇതാണ്, ഓണം എത്ര ദിവസത്തെ ആഘോഷമാണ്? 10 ദിവസം. 10 ദിവസത്തെ ആഘോഷം. ശരി ഉത്തരാണ് കേട്ടോ. ഹാപ്പി ഓണം. സാറിൻ്റെ പേരെന്താ? പേര് ശ്രീരാജ്. സാറിൻ്റെ വീട് എവിടെയാ? വീട് പാലക്കാട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഓണം റിലേറ്റഡ് ആയിട്ട് മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ്? മഹാബലിയുടെ ഇന്ദ്രസേനൻ. ഇന്ദ്രസേനൻ. ശരി ഉത്തരാണ് കേട്ടോ. സാറിന് ഇപ്പോൾ ഗിഫ്റ്റ് ഉണ്ട്. ഹാപ്പി ഓണം. താങ്ക് യു. ഹലോ. ഹലോ. പേരെന്താ? അമ്പാടി. എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഓണം എത്ര ദിവസത്തെ ആഘോഷമാണ്? 10 ദിവസത്തെ. കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹലോ. ഹായ്. ഹായ്. പേരെന്താ? രമ്യ. സ്വാതി. നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്? വാമനൻ അറിയില്ലേ? വാമനൻ മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? 5. കറക്റ്റ് ആണ് കേട്ടോ. ഹാപ്പി ഓണം.
അപ്പോൾ എല്ലാവരും ഈ ഓണം കരുതലോടുകൂടി ആഘോഷിക്കുക. എല്ലാവർക്കും മണപ്പുറം ഫിനാൻസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.